ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചിരുന്ന ഷാളുകളിനകത്തുനിന്ന് ഒരു ഷാളാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് സൈഡൊന്ന് ഉരുകി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഷാൾ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു ക്രോപ്പ് ടോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇവിടെ ഞാനൊരു മോഡൽ സൈഡിൽ കൊടുത്തേക്കാം, പിൻ ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു മോഡലിലെ പോലത്തെയാണ്, ആ ഒരു പിക്കിലെ മോഡൽ പോലത്തെ ഒരു ക്രോപ്പ് ടോപ്പാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം ശരിയാവുമെന്നൊന്നും അറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം ഇതെങ്ങനെയാവും എന്നുള്ളത്. അതിന് നമ്മളിവിടെ ആദ്യം ഈ തുണിയൊന്ന് രണ്ടായിട്ട് മടക്കിയിടുന്നുണ്ട്. ഇതിൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ടാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ മോഡലിനകത്ത് തന്നെ ഈ ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് പീസ് കുറച്ച് ഡിഫറെൻ്റ്, അതിൻ്റെ നെക്കൊക്കെ വെട്ടുമ്പോൾ ഇച്ചിരി ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതൊന്ന് രണ്ടായിട്ട് വെട്ടിയെടുക്കുകയാണ്. അത് ഈ തുണി ഒരു നൈസായിട്ടുള്ളൊരു തുണി ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് പീസോട് ഒന്നിച്ചിട്ട് വെട്ടിയാൽ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടാണ് ഞാനിവിടെ മെഷർമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ കൈക്കുഴി കട്ട് ചെയ്യുന്നത്, ആ മെഷർമെൻറ്റ്സ് ഒക്കെ അടയാളപ്പെടുത്താൻ പോകുന്നത് ഇത് നമ്മുടെ ഫ്രഞ്ച് കർവ് എന്ന് പറയുന്ന സ്കെയിലാണ്. ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഇന്ന് നമ്മുടെ കൈക്കുഴി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു ലെങ്ത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഒരു 6.5 ഇഞ്ച്. അതിൻ്റെ പകുതി ഒരു 3.25 ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്ക് ചെയ്ത ഭാഗത്താണ് നമ്മൾ ഈ ഒരു ഫ്രഞ്ച് കർവ് കൊണ്ടുവന്ന് ഈ സ്കെയിലൊന്ന് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ വെച്ച് കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ വളച്ചിങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുകൾ വശം ഇച്ചിരി ഒന്ന്, അപ്പോൾ ഇതിങ്ങനെ വെച്ച് വെട്ടുമ്പോൾ ഈ മുകൾ വശത്തൊരു ചരിവ് നമുക്ക് കാണും, അങ്ങനെ വെച്ച് വെട്ടുന്ന സമയത്ത്. അപ്പോൾ അത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഒന്ന് ലെവൽ ചെയ്തിട്ട് അങ്ങ് തയ്ച്ചിരുന്നാൽ മതി, അല്ലാതെ അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ആ കൈക്കുഴി ശരിയായിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ആ ഒരു അളവുകളാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഫ്രണ്ട് കഴുത്തിൽ താഴേക്ക് ഞാനൊരു 5.5 ഇഞ്ചും സൈഡിലേക്ക് ഒരു 6 ഇഞ്ചുമാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. അപ്പം ഇതിച്ചിരി നല്ല വലിയ കഴുത്തായിട്ടാണ് വെട്ടിയെടുക്കുന്നത്. പിന്നീട് നമ്മൾ മുകളിൽ ഒരു പീസും കൂടി വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് വരും, അത്ര മലന്ന് പോകത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിലത്തെ കഴുത്താണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ബാക്ക് പീസ് വെട്ടുമ്പം, ബാക്കിലത്തെ കഴുത്ത് വെട്ടുമ്പം നമ്മൾ ആ സൈഡിലേക്കൊരു 3.5 ഇഞ്ചും താഴേക്കൊരു 3.5 ഇഞ്ച് 4 ഇഞ്ചൊക്കെയാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ നമ്മളൊരു പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ പിക്കിനകത്തുള്ളതുപോലെ ആ മുകളിലത്തെ ഒരു ഡിസൈനുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആ നെക്കിൻ്റെ ആ ഒരു അളവ് അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു അളവിനെക്കാട്ടിൽ അധികം ഇച്ചിരി തുണിയും കൂടി ഇട്ടിട്ട് 1 ഇഞ്ച് 2 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കണം. ഇത് 2 മടക്കിലാണ് തുണി ഇട്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്നുള്ളത് നമുക്ക് ആ സ്റ്റിച്ചിങ് ചെയ്യുമ്പം അതിൻ്റെ വിശദമായിട്ട് കാണിച്ചു തരാം.
അപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ നമ്മുടെ കൈയും കൂടി ഷോർട്ട് സ്ലീവാണ്, അതൊരു പഫ് സ്ലീവാണ്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ഒക്കെ ലൈനിങ് ഒക്കെ പിടിപ്പിച്ചു, കഴുത്തുമൊക്കെ നല്ലപോലെ തയ്ച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ ആ ഒരു പീസ് എങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ പിടിപ്പിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ വെട്ടിവെച്ചിരിക്കുന്ന ആ തുണി ഇതുപോലെയാണ് ഈ കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്നത്. ഈ തുണിയുടെ ഒരു ഭാഗം ഓപ്പൺ സൈഡ്, ഒരു ഭാഗം ക്ലോസ് ടൈപ്പിലാണ് വരുന്നത്. കാരണം ഒരു ഫോൾഡ് പീസ് ആയതുകൊണ്ട് തന്നെ ഒരു സൈഡ് ക്ലോസ് ആയിരിക്കും. അപ്പം ഈ ഓപ്പൺ ആയിട്ടുള്ള വശം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കണം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു കൈക്കുഴിയുടെ ഭാഗത്ത് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് അടുത്ത സൈഡ് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഇതുകൂടി ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ് വളരെ. ഇനി നമ്മൾ ഇതുപോലെ എക്സസ് വരുന്ന സൈഡുകളിൽ എക്സസ് വരുന്ന പീസൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ പിടിപ്പിക്കാം. ഷോൾഡർ പിടിപ്പിക്കുമ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്നാണ് തയ്ച്ചു തുടങ്ങുന്നത്. കാരണം ഇത് ഫ്രണ്ടിലത്തെ നെക്ക് കുറച്ചല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഇപ്പോൾ ബാക്കിലത്തെ നെക്ക് നമ്മൾ 3.5 ഇഞ്ച് എടുത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ലെവലിലേക്ക് ഇത് പിടിച്ചു വെച്ചിട്ടിങ്ങനെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ഷോൾഡർ നമ്മൾ വേണ്ട അതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ്, ആ പഫ് സ്ലീവൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്കൊന്ന് കാണാം. വീണ്ടും അത് പറയാത്തത് ഇതെല്ലാം മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിട്ടും പറഞ്ഞിട്ടും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. അപ്പം സ്ലീവ് ഞാൻ പഫ് സ്ലീവാണ് ഇതുപോലെ പിടിപ്പിച്ചെടുക്കുന്നത്.
ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ആ പടത്തിലെ അതേപോലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോ കൂടി ഞാൻ ഈ സൈഡിലായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. താങ്ക് യു.